അംബേദ്കർ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് സ്ഥാപിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും അത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അത് ആ പുസ്തകത്തിൽ തന്നെ ഉണ്ട്, അംബേദ്കറുടെ പുസ്തകത്തിൽ. അദ്ദേഹം പറയുന്നു, പുതിയ ഭരണഘടനയുടെ ഫലമായി ഇന്ത്യയിൽ ഉരുത്തിരിയുന്ന സ്ഥിതി വിഭാവനം ചെയ്യുമ്പോൾ ചില സമുദായങ്ങൾക്ക് ചില പ്രവശ്യകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കുമെന്നും എന്നാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അധസ്ഥിത വർഗങ്ങൾ എല്ലാ പ്രവശ്യകളിലും ന്യൂനപക്ഷമായിരിക്കുമെന്നും ഞാൻ കാണുന്നു. എല്ലാ പ്രവശ്യകളിലും അവർ ന്യൂനപക്ഷമായിരിക്കും. ഇതിലും അധസ്ഥിത വിഭാഗങ്ങളുടെ പ്രശ്നമാണ് അംബേദ്കർ സംസാരിക്കുന്നത്. വളരെ വ്യക്തമാണ്. തുടർന്ന് വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയുടെ ഭാവി ഭരണഘടനയിൽ മതപരവും വംശീയവുമായ വ്യത്യാസങ്ങൾ താരതമ്യേന കുറച്ചു മാത്രം ഉപരിതലത്തിലേക്ക് വന്നു കാണുന്ന വിധത്തിൽ എക്സിക്യൂട്ടീവ് ഭിന്നിച്ചു നിൽക്കുമെന്നും ഒരു വലിയ സംഘം മുഹമ്മദീയരടങ്ങിയ കക്ഷിയും അനുയായി വൃന്ദവുമുള്ള ഹിന്ദു മന്ത്രിയെയും ഹിന്ദുക്കളായ അനുയായി വൃന്ദമുള്ള മുഹമ്മദീയ മന്ത്രിയെയും നാം കാണുമെന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത്, മുഹമ്മദീയര് ന്യൂനപക്ഷം എന്ന് പറയുമെങ്കിലും ഹിന്ദു ജനസംഖ്യയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ജനവിഭാഗങ്ങളാണ് അന്ന്. അപ്പം അതാണ് അംബേദ്കർ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വലിയ സംഘം മുഹമ്മദീയരടങ്ങിയ കക്ഷിയും, ഈ രണ്ടു കൂട്ടരാണ് വരിക. അതായത് ജനാധിപത്യ പ്രക്രിയയിൽ യാഥാസ്ഥിക ഹിന്ദു മാത്രമല്ല അവിടെ ഭൂരിപക്ഷമായിട്ട് വരിക, മുസ്ലിങ്ങളും വരും. അതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എക്സിക്യൂട്ടീവ് ഭിന്നിച്ചു നിൽക്കുമെന്നും ഒരു വലിയ സംഘം മുഹമ്മദീയരടങ്ങിയ കക്ഷിയും അനുയായി വൃന്ദവുമുള്ള ഹിന്ദു മന്ത്രി, ഹിന്ദുക്കളായ അനുയായി വൃന്ദമുള്ള മുഹമ്മദീയ മന്ത്രി, മനസ്സിലായോ? അവിടെ വരുന്നത് മുസ്ലിങ്ങളുടെ വലിയൊരു കൂട്ടം മുസ്ലിങ്ങളുടെ പിന്തുണയുള്ള ഹിന്ദു മന്ത്രിയും വലിയൊരു കൂട്ടം ഹിന്ദുക്കളുടെ പിന്തുണയുള്ള മുസ്ലിം മന്ത്രിയും വരും. അത് ആപത്താണ്. അതുകൊണ്ടാണ് അംബേദ്കർ ആ വിഷയം ആ ഭരണഘടനാ സമിതിയിൽ ഉന്നയിച്ചത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, രാഷ്ട്രീയ അംഗീകാരം ആവശ്യപ്പെടുന്ന വിവിധ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും, മനസ്സിലായോ? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ അംബേദ്കർ സംസാരിച്ചതാണോ? അല്ല, അംബേദ്കർ പ്രധാനമായിട്ട് സംസാരിച്ചത് അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരാളെയാണ് അദ്ദേഹം ന്യൂനപക്ഷ വിരുദ്ധനാണ്, മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ശ്യാംകുമാർ പറയുന്ന പോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ല അംബേദ്കർ ന്യൂനപക്ഷം എന്ന് സംബോധന ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ അംഗീകാരം ആവശ്യപ്പെടുന്ന വിവിധ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിലും ന്യൂനപക്ഷങ്ങളെല്ലാം ഒരേ തലത്തിലല്ല നിൽക്കുന്നതെന്നും, മനസ്സിലായോ? ന്യൂനപക്ഷങ്ങളെല്ലാം ഒരേ സ്റ്റാറ്റസിലല്ല, ഒരേ തലത്തിലല്ല നിൽക്കുന്നതെന്നും അവ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷ സമുദായവുമായുള്ള ബന്ധത്തിൽ ഓരോ ന്യൂനപക്ഷത്തിനുമുള്ള സാമൂഹ്യ സ്ഥാനം വ്യത്യസ്തമാണ്. അതിനുദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു, പാഴ്സി സമുദായത്തിൻ്റെ കാര്യമെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സമുദായമാണ് എങ്കിലും ഭൂരിപക്ഷ സമുദായവുമായുള്ള ബന്ധത്തിലെ സാമൂഹ്യ സ്ഥാനം നോക്കുമ്പോൾ അവർ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു. അതായത് പാഴ്സികൾ ഏറ്റവും മൈക്രോട്ടിക് ന്യൂനപക്ഷമാണ് ഇന്ത്യയിൽ അന്നും ഇന്നും, മനസ്സിലായോ? പക്ഷെ അവർ സമ്പന്നരാണ്. പാഴ്സികൾ സമ്പന്നരാണ് എന്നുള്ളത് കൊണ്ട് അവർ യാഥാസ്ഥിക ഹിന്ദുത്വത്തോടും ഈ മുസ്ലിം സമുദായത്തോടും വിവേചനം അനുഭവിക്കാതെ നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ന്യൂനപക്ഷം എന്നുള്ളത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. വീണ്ടും അദ്ദേഹം തുടരുന്നു, നേരെ മറിച്ച് അധസ്ഥിത വർഗങ്ങളുടെ കാര്യമെടുത്താൽ ഇന്ത്യയിലെ വമ്പിച്ച മുസ്ലിം ഭൂരിപക്ഷം കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വൻപിച്ച ഭൂരിപക്ഷമാണ്. എങ്ങനെ? യാഥാസ്ഥിക ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നവർ, അതായത് ഹിന്ദുക്കൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായി ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ. അത് അംബേദ്കർ കൃത്യമായിട്ട് വരച്ചു വെക്കുകയാണ്. ഇന്ത്യയിലെ വൻപിച്ച ഭൂരിപക്ഷം കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ന്യൂനപക്ഷമാണത്. അതായത്
മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്ന അധസ്ഥിത വിഭാഗമാണ്. എങ്കിലും അവരുടെ സാമൂഹ്യ നിലവാരം സാധാരണ മനുഷ്യരുടെ സാമൂഹ്യ നിലവാരത്തേക്കാൾ തുലവും താഴ്ന്നതാണ്. അതാണ് അംബേദ്കർ സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് വളരെ കുറച്ച് മാത്രമുള്ള പാഴ്സികൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ സാമൂഹ്യ സ്ഥിതിയിൽ ഉന്നതരോടൊപ്പമാണ്, ഉന്നത സ്ഥിതിയിലാണ്. നേരെ മറിച്ച് യാഥാസ്ഥിക ഹിന്ദു ഭൂരിപക്ഷത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന മുസ്ലിം സമുദായമാണ് അടുത്ത ഭൂരിപക്ഷം. ആ മുസ്ലിം സമുദായത്തെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഭൂരിപക്ഷമാണ് അധസ്ഥിതർ. പക്ഷെ അവർക്ക് അതിൻ്റെതായ യാതൊരു സ്ഥാനങ്ങളും യാതൊരു സോഷ്യൽ സ്റ്റാറ്റസും ഈ സമൂഹത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു വലിയ വിവേചനത്തെയാണ് അംബേദ്കർ ആ സമിതിയുടെ മുമ്പിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെയാണ് ഈ കപട ദളിത് വാദികൾ ഹിന്ദു വിരോധം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സമഗ്രമായിട്ട് അംബേദ്കറെ വായിക്കണമെന്നും ചർച്ച ചെയ്യണമെന്നും പറഞ്ഞ ആളുകൾ അംബേദ്കറുടെ വാക്കുകളെ കൃത്യമായിട്ട് വളച്ചൊടിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഓരോ കാര്യങ്ങളും അംബേദ്കർ പറഞ്ഞതിൻ്റെ ഘടകവിരുദ്ധമായിട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടും അംബേദ്കർ ഒരു ഇസ്ലാം താല്പര്യമുള്ള ആളാണെന്നും ന്യൂനപക്ഷങ്ങൾ എന്ന് അംബേദ്കർ സംബോധന ചെയ്തിട്ടുള്ള മുസ്ലിങ്ങളെയാണ് എന്ന് സ്ഥാപിക്കുന്ന ആ ഒരു കാപഢ്യമാണ് ഈ ശ്യാംകുമാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അംബേദ്കർ തുടരുകയാണ്. ഇനി സാമൂഹികവും രാഷ്ട്രീയവുമായ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളെ തരംതിരിച്ചാൽ സാമൂഹികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ അനുഭവിക്കുന്ന ചില ന്യൂനപക്ഷങ്ങൾ ഉണ്ടെന്ന് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ സാമൂഹികവും രാഷ്ട്രീയവുമായ ഗുണഫലങ്ങൾ അവകാശങ്ങൾ അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളും ഉണ്ട്. ആ പൗരാവകാശങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രമായും അനുഭവിക്കുന്നതിന് അവർ ന്യൂനപക്ഷമാണെന്ന വസ്തുത ഒരു തരത്തിലും മാർഗതടസ്സമാകുന്നില്ല. അവർക്ക് ആ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടുന്നതിന് ന്യൂനപക്ഷ പദവി ഒരിക്കലും തടസ്സമാകുന്നില്ല എന്നാണ് അംബേദ്കർ പറയുന്നത്. എന്നാൽ അധസ്ഥിത വർഗങ്ങളുടെ കാര്യമെടുത്താൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ചില കാര്യങ്ങളിൽ അവർക്ക് അവകാശങ്ങളേയില്ല. മൂന്നാമത്തെ ഭൂരിപക്ഷമാണ്. ഹിന്ദു കഴിഞ്ഞാൽ മുസ്ലിം കഴിഞ്ഞാൽ മൂന്നാമത് നിൽക്കുന്ന ഭൂരിപക്ഷ ജനതയാണ്. പക്ഷേ മറ്റുള്ള ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന യാതൊരുവിധ അവകാശങ്ങളും സൗകര്യങ്ങളും ഈ വിഭാഗത്തിന് ലഭിക്കുന്നേയില്ല എന്നുള്ളതാണ് അംബേദ്കർ അവിടെ പറയുന്നത്. എന്തെങ്കിലും അവകാശങ്ങൾ ഉള്ള കാര്യങ്ങളിൽ തന്നെ ആ അവകാശങ്ങൾ അനുഭവിക്കാൻ ഭൂരിപക്ഷ സമുദായം അവരെ അനുവദിക്കുന്നില്ല. അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ തുല്യരാണ്. ബാക്കിയുള്ള ചെറിയ ചെറിയ ന്യൂനപക്ഷങ്ങളോട് ഹൈന്ദവരായിട്ടുള്ള യാഥാസ്ഥിക ഹൈന്ദവരും യാഥാസ്ഥിക മുസ്ലിം സമുദായം ഒരുപോലെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങൾ ഇവിടുത്തെ അധസ്ഥിത വിഭാഗങ്ങളോട് താല്പര്യം കാണിച്ചിട്ടുള്ളവരല്ല. വീണ്ടും അംബേദ്കർ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അംബേദ്കർ പറയുന്നു, അപ്പോൾ ഒന്നാമതായി എനിക്ക് ഈ കമ്മിറ്റിയെ ബോധിപ്പിക്കാനുള്ളത് ന്യൂനപക്ഷങ്ങളെല്ലാം ആലങ്കാരികമായി പറഞ്ഞാൽ ഒരേ ബോട്ടിലാണെങ്കിലും അവരെല്ലാവരും ഒരേ ബോട്ടിൽ ഒരേ ക്ലാസ്സിലല്ല. ഒരേ ക്ലാസ്സിലാക്കിയിട്ട് ആ ക്ലാസ് മുസ്ലിമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്യാംകുമാർ ശ്രമിക്കുന്നത്. അംബേദ്കർ പറയുന്നു, ഇവരൊന്നും ഒരേ ക്ലാസ്സിലല്ല. ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഒരേ ബോട്ടിലാണെങ്കിലും അവരെല്ലാവരും ഒരേ ബോട്ടിൽ ഒരേ ക്ലാസ്സിലല്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്മരണാർഹമായ വസ്തുത കമ്മിറ്റി മനസ്സിലാക്കണമെന്നാണ്. ചിലർ എ ക്ലാസ്സിൽ, ചിലർ ബി ക്ലാസ്സിൽ, ചിലർ സി ക്ലാസ്സിൽ എന്നിങ്ങനെ താഴോട്ട് ക്ലാസുകൾ മാറിയാണ് അവർ യാത്ര ചെയ്യുന്നത്. അധസ്ഥിത വർഗങ്ങൾ ന്യൂനപക്ഷമായതുകൊണ്ട് മറ്റ് ന്യൂനപക്ഷങ്ങളോടൊപ്പം അതേ ബോട്ടിലുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരെല്ലാവരും ഒരേ ബോട്ടിൽ തന്നെയാണ്. അധസ്ഥിത വിഭാഗങ്ങളും മുസ്ലിങ്ങളും എല്ലാവരും ഒരേ ബോട്ടിൽ തന്നെയാണ് ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക്. എന്നിരുന്നാലും അവർ സി ക്ലാസ്സിലോ ഡി ക്ലാസ്സിലോ പോലുമില്ല അധസ്ഥിത വിഭാഗങ്ങൾ. മറിച്ച് യഥാർത്ഥത്തിൽ ബോട്ടിൻ്റെ പള്ളയിലാണ്. പള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ ഈ ചരക്കുകളൊക്കെ സൂക്ഷിക്കുന്ന പ്രത്യേക ഭാഗമുണ്ട്.
ആ ഭാഗത്തിനാണ് പള്ള എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബോട്ടിൻ്റെ പള്ളയിലാണ് യാത്ര ചെയ്യുന്നതെന്നതിനെ പറ്റി എൻ്റെ മനസ്സിൽ ലവലേശം പോലും സംശയമില്ല. അപ്പോൾ ഹിന്ദുക്കൾ മാത്രമല്ല ഇവരെ പാർശ്വവൽകൃതരായിട്ട് കാണുന്നത്, ജീവിക്കുന്നത്. ഭൂരിപക്ഷ സമുദായങ്ങളായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ പോലും, അതാണ് പാഴ്സികളുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ സോഷ്യൽ സ്റ്റാറ്റസ് തീരെ താഴെയാണ് ഈ അധസ്ഥിത വിഭാഗങ്ങളുടെ. അതുകൊണ്ട് അംബേദ്കർ അവരുടെ ഭാഗമാണ് സംസാരിക്കുന്നത്, അല്ലാതെ മുസ്ലിങ്ങളുടെ ഭാഗമല്ല സംസാരിക്കുന്നത്. മുസ്ലിങ്ങളും ആ കൂടെ കയറി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഈ യാഥാർത്ഥ്യം. അദ്ദേഹം അവസാനം പറയുന്നു, സർ, ഇനി ഞാൻ അധസ്ഥിത വർഗങ്ങളെ ഇതര ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കാം. അധസ്ഥിത വർഗങ്ങളുടെ സ്ഥിതി ഇന്ത്യയിലെ മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് ഈ വിധത്തിലാണ്. മുൻപ് സൂചിപ്പിച്ചു. ഒന്നാമത്, ഇന്നത്തെ സാഹചര്യങ്ങളിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾ നിയമപ്രകാരം അനുഭവിച്ചു പോരുന്ന ചില പൗരാവകാശങ്ങൾ അനുഭവിക്കാൻ അധസ്ഥിത വർഗങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാകണം. അത് ആ വിവേചനം, സ്വാതന്ത്ര്യവും ഒപ്പം വിവേചനരഹിതവുമായ സമത്വസുന്ദരമായിട്ടുള്ള ഒരു സാഹചര്യം ഈ വിഭാഗത്തിന് ഉണ്ടായിരിക്കുന്ന തരത്തിൽ ഭരണഘടന അല്ലെങ്കിൽ ഭരണകൂടം രൂപപ്പെടണം എന്നാണ് ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കർ ആവശ്യപ്പെടുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് അംബേദ്കർ ആ പശ്ചാത്തലം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ അവിടെ ഹിന്ദുക്കളെ അധിക്ഷേപിക്കാനോ ഹിന്ദുക്കളെ കുറ്റപ്പെടുത്താനോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത്തരം ചില കപട ദളിത്വാദികൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അംബേദ്കർ ഒരു കടുത്ത ഇസ്ലാം പ്രേമിയാണെന്നും ഒരു കടുത്ത ഹിന്ദു വിദ്വേഷിയാണ് എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ രാജ്യത്ത് മതവർഗീയ വിഭജനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാനിപ്പോൾ വായിച്ച ഈ അംബേദ്കറിൻ്റെ ഡയലോഗുകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ.